അപ്പോൾ നാലേകാലായി. ഞാൻ എഴുന്നേറ്റപ്പം നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. എനിക്കും തലേന്ന് രാത്രി ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് കിടന്നത്. എന്നിട്ട് രാവിലെ എഴുന്നേറ്റുകൊണ്ടായിരിക്കും കുറച്ച് ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വെള്ളമൊക്കെ പതിവ് പോലെ വെള്ളമൊക്കെ കുടിച്ചു. വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷവും എനിക്ക് നല്ല ക്ഷീണമായിരുന്നു. അങ്ങനെ വെള്ളമൊക്കെ കുടിച്ചു. ഒന്ന് ബോധമൊക്കെ ഒന്ന് വന്നത് അപ്പോഴാണ്. കുറച്ച് വെള്ളമൊക്കെ കുടിച്ചപ്പോഴാണ് കുറച്ചുകൂടെ ബോധമൊക്കെ വന്നത്. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ മയങ്ങിയിരിക്കുമായിരുന്നു. അങ്ങനെ വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞു. ഞാൻ ബെഡൊക്കെ വൃത്തിയാക്കി ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ടു. അതിനുശേഷം ബ്രഷൊക്കെ ചെയ്തു. ഇപ്പം നമ്മൾ പോകുന്നത് അമ്പലത്തിലോട്ടാണ്. അതുകൊണ്ട് രാവിലെ കുളിയൊക്കെ കഴിഞ്ഞു. കുളിക്കണമായിരുന്നു. അങ്ങനെ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞു. നമ്മൾ കുറേ അമ്പലങ്ങളിൽ പോകുന്നുണ്ട്. ടൂറിസ്റ്റ് ബസ്സിലാണ് നമ്മൾ പോകുന്നത്. കുറേ അമ്പലങ്ങളിൽ നമ്മൾ പോകുന്നുണ്ട്. അപ്പം കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞാൻ റെഡിയായി വീഡിയോ ഒന്നും എടുത്തില്ല. ഞാൻ പെട്ടെന്ന് ഒരുങ്ങി. അതായത് 5 മണിക്ക് ബസ് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 4:45 റെഡിയായിരിക്കണമല്ലോ. അങ്ങനെ പെട്ടെന്ന് റെഡിയായി. ഞാൻ പുട്ടപ്പാണ് ചെയ്തത്. കാരണം കുറേ അമ്പലത്തിൽ പോകുന്നതുകൊണ്ട് മുടി ഇങ്ങനെ ഓപ്പൺ ഹെയർ ആണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അതും ഈ ഒരു കാലാവസ്ഥയല്ലേ. അതുകൊണ്ട് ഞാൻ പുട്ടപ്പ് ചെയ്തു. പിന്നെ ഞാനൊരു ബാഗ് എടുത്തു. ബാഗിൽ ഞാൻ ട്രൈപോഡ് വെച്ചിട്ടുണ്ടായിരുന്നു. അല്ലറ ചില്ലറ മേക്കപ്പ് സാധനങ്ങളല്ല, കുറച്ച് മോയ്സ്ചറൈസർ, ലിപ് ബാം, അങ്ങനെ കുറച്ച് സാധനങ്ങളാണ്. ഇപ്പോൾ രാവിലെ 5 മണിയായപ്പോൾ ഞങ്ങൾ റെഡി. അപ്പോഴും സ്റ്റിൽ ചന്ദ്രനെ കാണാമായിരുന്നു. അതാണ് ഞാൻ അതെടുത്തത്. അങ്ങനെ ഒരു 5:15 ആയപ്പോഴേക്കും ഞങ്ങളുടെ ബസ് വന്നു. ബസ്സിൽ കുറേ പേരുണ്ടായിരുന്നു. ഏകദേശം ഒരു 49 പേരുണ്ടായിരുന്നു. ഞാനും അമ്മയും ഒരു സീറ്റിലുണ്ടായിരുന്നു. അവിടുന്ന് ബസ് കയറി ഞങ്ങൾ ആദ്യം വന്നത് കൊട്ടാരക്കര അമ്പലത്തിലാണ്. ഞങ്ങൾ എവിടെ യാത്ര പോയാലും ആദ്യമേ കൊട്ടാരക്കര അമ്പലത്തിൽ വന്നിട്ട് പോകാറുള്ളൂ. അത് ഒരു ശീലമാണ്. ഏത് അമ്പലത്തിൽ പോയാലും അങ്ങനെ തന്നെയാണ്. ഏതെങ്കിലും യാത്ര പോയാലും അത് തന്നെയാണ്. ഇത് കൊട്ടാരക്കര അമ്പലത്തിലെ കുളമാണ്. അത് നമ്മളിങ്ങനെ കയറി വരുമ്പോൾ തന്നെ, അമ്പലത്തിലോട്ട് കയറി വരുന്നതിന് ആദ്യം കാണുന്ന കുളമാണ്. അത്യാവശ്യം വലിയൊരു കുളമാണ്. അവിടുന്ന് തൊഴുതിറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ വന്നത് പന്തളത്തമ്പലത്തിലാണ്. അപ്പം പന്തളത്ത് ആദ്യം നമ്മൾ ക്ഷേത്രത്തിലൊക്കെ കയറിയിട്ട് നമ്മൾ പന്തളം കൊട്ടാരത്തിലോട്ട് പോയില്ല. പിന്നെ നമ്മൾ ഈ ഭഗവാനെ ചാർത്തുന്ന ആഭരണങ്ങളും ഒക്കെ ഇരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ തൊഴുത് വന്നു. പിന്നെ ഞങ്ങൾ പോയത് ഒരു ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ പോകുന്നത്. ഇവിടെ നിറയെ ഉറിയാണ്. നമ്മളുടെ ഈ ആഗ്രഹം പറഞ്ഞ് ചിലയിടത്ത് നമ്മൾ മണികെട്ട് അങ്ങനെയൊക്കെ ചെയ്യത്തില്ലേ. അതുകൊണ്ട് നമ്മൾ അതുപോലൊരു സ്ഥലമാണ് ഇവിടെ ഇങ്ങനെ ഉറി ആണ് കെട്ടിയേക്കുന്നത്. ഒരു 4 സൈഡും ചുറ്റിനും ഉറിയാണ്. ഈ ഒരു സൈഡിൽ ഞാൻ എടുത്തു, മറ്റേ സൈഡിൽ നിറയെ ഉറിയാണ്. അതിനുശേഷം ഒരു 10:15 ആയപ്പോഴേക്കും ഞങ്ങൾ ഏറ്റുമാനൂർ വന്നു. ഏറ്റുമാനൂരൊക്കെ കയറി തൊഴുകയൊക്കെ ചെയ്തു. ഞങ്ങൾ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൻ്റെ അവിടെ വെച്ചിട്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു 12:30 ആയപ്പോഴേക്കും ഇത് ചോറ്റാനിക്കര വന്നു. അപ്പോൾ ഇപ്പോൾ അടയ്ക്കും എന്നുള്ളൊരു ഇങ്ങനെ ധൃതിയിൽ നിൽക്കുകയാണ്. ഞങ്ങൾ ഓടിപ്പോയി തൊഴുതു. അതിനുശേഷം അതിന് താഴെ വേറെ ക്ഷേത്രം ഉണ്ടായിരുന്നു. അവിടെയും പോയി തൊഴുതു. അവിടെ പോയി തൊഴുതു വന്നിട്ട് ഈ സ്റ്റെപ്പിൻ്റെ അറ്റത്ത് ഒരാൾ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. കൈയൊക്കെ നോക്കുന്നത്. അങ്ങനെ ഞാൻ അയാളെ കൊണ്ട് കൈയൊക്കെ നോക്കിപ്പിച്ചു. വെറുതെ ഒരു രസം. പിന്നെ ഞങ്ങൾ കാപ്പിയും ചോറും എല്ലാവരും കൊണ്ടുവന്നു. കുറച്ച് പേരെ ഉള്ളായിരുന്നു കൊണ്ടുവരാത്ത, എല്ലാവരും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും അമ്മയും കൂടെ ചോറൊക്കെ കഴിച്ചു. ഒരു 4:15 ആയപ്പം ചോറ്റാനിക്കരയിൽ ഒരു 3:30 ആയപ്പം ചോറ്റാനിക്കരയിൽ തിരിച്ചു. 4:30 ആയപ്പം ഞങ്ങൾ ആലുവയിലെത്തി. ഇത് തിരുവൈരാണിക്കുളം ക്ഷേത്രമാണ്. ഒരു 4:30 ആയപ്പോൾ ഏകദേശം ഒരു മണിക്കൂറോളം എടുത്തു അവിടെ. അതിനുശേഷം അവിടെ ക്യൂ ഒക്കെ നിന്ന് തൊഴുതു ഇറങ്ങി. അത്യാവശ്യം നല്ല ക്യൂ ഉണ്ടായിരുന്നു. പിന്നെ ഇതാണ് തിരുവൈരാണിക്കുളം. ഇത് ഞങ്ങൾ പാർക്കിംഗ് ഗ്രൗണ്ടാണ് കേട്ടോ. ഹലോ, സമയം ഇപ്പം 1:10 ഇന്ന് ഞാൻ ഫസ്റ്റാണ്, ന്യൂ ഇയർ ആണ്. അപ്പോൾ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്തൊക്കെ വണ്ടിയിലാണ് വന്നു. നല്ല ടയേർഡാണ്. എനിക്ക് നാളെ രാവിലെ പോകണം. സോ
അപ്പം ഞാൻ പോയി കുളിക്കണം, ഫ്രഷ് ആവണം, അത് കഴിഞ്ഞിട്ട് കിടന്നുറങ്ങണം. അത്രയേ ഉള്ളൂ. അങ്ങനെ 2 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ കുളിച്ച് റെഡിയായി. ഇനി കിടക്കാൻ പോവാണ്. ബായ്.